LMR London Malayalam Radio, the station that loves God's own country and its people. London Malayalam Radio. LMR. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, തിരുസന്നതയിൽ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ആത്മീയ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലണ്ടൻ മലയാളം റേഡിയോയുടെ ഈ ശുശ്രൂഷ അനേക ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് സത്യം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എന്താണ് സത്യം? നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഈ സത്യത്തെ നാം മനസ്സിലാക്കണം. യേശു ക്രിസ്തുവാകുന്ന സത്യം, ഈ സത്യം യേശു മാത്രമാണ് സത്യം. ഈ സത്യം എന്താണെന്ന് നാം ബൈബിളിന്റെ താളുകളിലൂടെ, കർത്താവിന്റെ വചനത്തിലൂടെ ഈ സത്യത്തെക്കുറിച്ച് നാം പഠിക്കുകയാണ്. ഈ സത്യം നാം അറിയണം. ഈ സത്യം അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതങ്ങൾ സ്വതന്ത്രമാകത്തുള്ളൂ, സന്തോഷപ്രദമാകത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 22-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണ് ഈ സത്യം? യേശു ക്രിസ്തു എന്ന സത്യം. ഈ സത്യം നാം ഓരോരുത്തരും അറിഞ്ഞിട്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് ഏറ്റവും പരമപ്രധാനം. നസ്രയനായ യേശു ക്രിസ്തു എന്ന സത്യം. നസ്രയനായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഈ ദൈവം ജീവനുള്ള ദൈവമാണ്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. ഈ സത്യം അറിയാത്തിടത്തോളം കാലം നാം അടിമത്തത്തിൽ കഴിയേണ്ടി വരും. സത്യമാണ് നമ്മളെ ഓരോരുത്തരെയും സ്വതന്ത്രമാക്കുന്നത്. ഈ സത്യം യേശുവാണ്. ഇന്ന് അനേകം ആളുകൾ ഈ സത്യം അറിയാതെ പാപത്തിന്റെ ബന്ധനത്തില്, കെട്ടുകളിൽപ്പെട്ട് അടിമത്തത്തിൽ കഴിയുന്നതിന്റെ കാരണം അജ്ഞതയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് സത്യം അറിഞ്ഞില്ലെങ്കിൽ, നാം അന്ധകാരത്തിന്റെ അവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ അജ്ഞതയാണ്. ഈ സത്യം നാം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ സ്നേഹവും കരുതലും അനുഭവിക്കുവാൻ സാധിക്കത്തുള്ളൂ. വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: പല കാര്യങ്ങളും പാപമാണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, പലരും പല തെറ്റുകളും കുറ്റങ്ങളിലും അകപ്പെടുമ്പോൾ അത് പാപമാണ് എന്ന ചിന്ത അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നില്ല. പലപ്പോഴും അവർ ചെയ്യുന്ന തെറ്റുകൾ അത് ശരിയാണ് എന്നൊരു ബോധ്യത്തിൽ ഉറച്ചങ്ങ് വിശ്വസിക്കുകയാണ്. അതിനാൽ അവർ ചെയ്ത പാപങ്ങൾ, തെറ്റുകൾ, അത് വീണ്ടും ആ തെറ്റുകൾ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം ജീവിച്ച് അവരുടെ ജീവിതകാലം മൊത്തം അങ്ങനെ തന്നെ ആയി മാറുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 65-ാം ഖണ്ഡികയിലൂടെയും 66-ാം ഖണ്ഡികയിലൂടെയും ഇപ്രകാരം യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നു: ഇനിയും വേറെ വെളിപാടില്ല, ദൈവം തന്റെ വചനത്തിൽ സർവവും സംസാരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് വെളിവാക്കപ്പെടുവാൻ വേറൊരു സത്യമില്ല. നസ്രയനായ യേശു എന്ന സത്യം മാത്രമേ ഉള്ളൂ. ആ സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പാപങ്ങളിൽ നിന്ന്, പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒഴിഞ്ഞു മാറുവാൻ നസ്രയനായ യേശു നമ്മെ സഹായിക്കും. നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായിട്ട് നസ്രയനായ യേശു തന്റെ ജീവിതം കുരിശില് ബലിയായിട്ട് സമർപ്പിച്ചവനാണ്. അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. സ്വന്തം പുത്രനെ കാൽവരിയില് ബലിയായി സമർപ്പിച്ച ദൈവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം. ആ ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടും. നാം എന്തെങ്കിലും പാപകരമായ അവസ്ഥകൾ, തിന്മയുടെ അടിമത്തത്തിലാണോ കഴിയുന്നത്? ദൈവം നമ്മോട് പറയുകയാണ്: മകനെ, മകളെ, നീ തിരിച്ചു വരുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ ഈ കരുതൽ, ഈ സ്നേഹം നാം മനസ്സിലാക്കണം. നസ്രയനായ യേശു എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട്, യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങള്, കൃപകള് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഒക്കെ ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ ഉമ്മ വച്ച
വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു പൈതലാ യേശുവേ. ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാലാ 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 ആഹാ ആഹാ ആഹാ. താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ, താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ, താരാഗണങ്ങളാൽ ആഗതരാകുന്നു വാനാരൂപികൾ ഗായകശ്രേഷ്ഠർ, വാനാരൂപികൾ ഗായകശ്രേഷ്ഠർ. പൈതലാ യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാലാ 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 ആഹാ ആഹാ ആഹാ. ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും പാരാകെ പ്രേക്ഷകർ നിരനിരയാ. ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും പാരാകെ പ്രേക്ഷകർ നിരനിരയാ. നാഗാധിനാഥനായി വാഴുമെന്നീശനായി ഉണർവോടെ കുന്നിൻ ഉൾത്തടം ഞാൻ, ഉണർവോടെ കുന്നിൻ ഉൾത്തടം ഞാൻ. പൈതലാ യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാലാ 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 ആഹാ ആഹാ
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തില് നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നോക്കിയവര് പ്രകാശിതരായി എന്ന് നാം വായിച്ചിട്ടുണ്ട്. ഇന്ന് യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും മറ്റുള്ളവർ നോക്കുമ്പോൾ ദൈവിക പ്രകാശം നമ്മളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യേശുവിന്റെ ശിഷ്യരായിരിക്കുന്ന യേശുവിനെ നോക്കിയപ്പോൾ മറ്റുള്ളവർ പ്രകാശിതരായി എങ്കിൽ, യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന എന്നെയും നിങ്ങളെയും നോക്കുമ്പോൾ എല്ലാവരും പ്രകാശിതരാകണം. കർത്താവിന്റെ സ്നേഹം അവരിലേക്ക് ഒഴുകണം. യേശുവിന്റെ അടുത്ത് വന്നവർക്ക് ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ സാധിച്ചു. നമ്മുടെ അടുത്ത് വേദനയായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഒരു വ്യക്തി കടന്നു വന്നാൽ നമ്മളിൽ നിന്ന് ആ സ്നേഹം ആ വ്യക്തിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ വലിയ സ്നേഹം, വലിയൊരു പ്രകാശം നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളെ ഓരോരുത്തരെയും നോക്കുമ്പോൾ ആ പ്രകാശം പകരുവാന് കഴിയത്തക്ക വിധം നമ്മളൊരു അഭിഷേകത്തില് ജീവിക്കണം. ലോകത്തില് നന്മ ചെയ്തുകൊണ്ട്, യേശു എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, യേശുവിനോട് കൂടെ ചേർന്നുകൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മളെ നോക്കുന്നവർക്കും ആ യേശുവിനെ നമ്മിൽ കാണുവാൻ സാധിക്കും. നമ്മുടെ മുഖങ്ങൾ നോക്കുമ്പോൾ അവരും പ്രകാശിതരാകും. ദൈവത്തിന്റെ വലിയൊരു ചൈതന്യം നമ്മളിലേക്ക് കടന്നു വരും. അങ്ങനെ യേശുവിനോട് ചേർന്ന് യേശുവാകുന്ന വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ജീവിക്കുവാന് നമുക്കോരോരുത്തർക്കും പരിശ്രമിക്കാം. യേശുവിന് നമ്മോടുള്ള സ്നേഹം നിമിത്തം ദൈവം സ്വയം വെളിപ്പെടുത്തുകയും മനുഷ്യർക്ക് സ്വയം നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ സ്വയം വെളിപ്പെടുത്തുന്ന ഷെയറിങ്ങിന്റെ ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് തന്നെ സ്വയം വെളിപ്പെടുത്തുകയും അവിടുന്ന് അവരോട് സംസാരിക്കുകയും രക്ഷ വാഗ്ദാനം ചെയ്യുകയും ചെയ്തതായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സത്യം അറിഞ്ഞുകൊണ്ട് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവജനത്തിന് രക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാൻ സാധിക്കണം. ദൈവം നമ്മളിലൂടെ ഇന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രകാശമാകുന്ന ദൈവം, ലോകത്തിന് പ്രകാശം വരുത്തുന്ന ദൈവം നമ്മുടെ മധ്യയുണ്ട്. ആ പ്രകാശം നാം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന് പ്രകാശം പരത്തുന്ന വ്യക്തി ജീവിതങ്ങളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ വേണ്ടി പരിശ്രമിക്കാം. യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം, യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം. വിണ്ണിലേക്ക് തീർത്ഥയാത്ര, യേശുവിൻ്റെ മാർഗദീപം. വിണ്ണിലേക്ക് തീർത്ഥയാത്ര, യേശുവിൻ്റെ മാർഗദീപം. നീ എൻ്റെ മാനസം പൂകുകില്ലേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ, നീ എൻ്റെ മാനസം പൂകുകില്ലേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ.
ഈശ്വരന്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം. യേശുവിൻ്റെ ദിവ്യനാദം, ഹൃത്തടത്തിൻ ജീവജലം. യേശുവിൻ്റെ ദിവ്യനാദം, ഹൃത്തടത്തിൻ ജീവജലം. ശാന്തി നൽകും പുണ്യതീർത്ഥം, ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ശാന്തി നൽകും പുണ്യതീർത്ഥം, ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. യേശുവെൻ്റെ പ്രാണനാഥൻ, യേശുവെൻ്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം. ദൈവത്തിനെ അനുഗമിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നാം അന്ധകാരത്തിലേക്ക് നടന്നു നീങ്ങുവാന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ലോകത്തിന്റെ ബന്ധന അവസ്ഥയിലാണോ, തിന്മയുടെ സ്വാധീനത്തിലാണോ ഞാനും നിങ്ങളും കഴിയുന്നത് എങ്കിൽ ആ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് നാം ചെയ്യുന്നത് പാപമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞ് അനുരഞ്ജനം എന്ന കുദാശ സ്വീകരിച്ചുകൊണ്ട് നാം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് യേശുവിനോട് ചേർന്ന് വിശുദ്ധിയിൽ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിന്റെ രക്ഷകനെന്ന സത്യം നമുക്കോരോരുത്തർക്കും തിരിച്ചറിയാം. ആ തിരിച്ചറിവ് നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് നിലകൊള്ളുവാനും ദൈവം വസിക്കുവാനും ഇടയാകട്ടെ. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ ശാന്തത കൈവിടില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സഹനത്തിന്റെ ചൂളയിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കും. നാം വിശ്വസിക്കുക. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ.
ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ദൈവം ഇപ്രകാരം പറയുകയാണ്, മനുഷ്യരുടെ മുമ്പിൽ കാപട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക എന്ന്. മനുഷ്യരുടെ മുമ്പിൽ നാം കാപട്യം കാണിക്കരുത് എന്ന് ദൈവം നമ്മോട് പറയുകയാണ്. ദൈവമാകുന്ന സത്യത്തെ അതിനാൽ എത്രയും വേഗം നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി നാം സ്വീകരിച്ചവരാണ്. എന്നിട്ടും ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ കുറവായിരിക്കാം നാം തിന്മയിലേക്ക് ചരിഞ്ഞിരിക്കുന്നത്, പാപകരമായ അവസ്ഥയിലേക്ക് അറിയാതെ വഴുതി വീഴുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവാണ് സത്യം. നസ്രയനായ യേശു എന്ന സത്യത്തിലേക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി കടന്നു വരുവാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിന് പ്രകാശം പകരുന്ന, സന്തോഷം പകരുന്ന, നന്മ പകരുന്ന വ്യക്തികളായിട്ട് നമ്മളെല്ലാവരെയും ദൈവം മാറ്റി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം കൂടി ഞാൻ ആശംസിക്കുന്നു. ഇനിയും അടുത്ത തിരുസന്നിധിയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്നേഹത്തില് സന്തോഷത്തിലായിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ
ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോ